ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 15 പുരുഷോത്തമ യോഗം. യദാദിത്യഗതം തേജഃ ജഗദ്ഭാസയതേഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. സകല ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനിലിരിക്കുന്ന തേജസ്സും ചന്ദ്രനിലിരിക്കുന്ന തേജസ്സും അഗ്നിയിലിരിക്കുന്ന തേജസ്സും ആ സകലം എൻ്റേതാണ് എന്നറിഞ്ഞാലും സൂര്യൻ്റെ ഉൾപ്പെടെ സർവ വിശ്വരചന പ്രകടിപ്പിക്കുന്ന എല്ലാ പ്രകാശങ്ങളുടെയും ആദ്യന്ത ദീപ്തി എൻ്റേതാണ്. ജലശോഷണമുണ്ടാക്കുന്ന സൂര്യൻ്റെ ചൂടും നനവുണ്ടാക്കുന്ന ചന്ദ്രജ്യോത്സ്നയും എൻ്റേതാണ്. ദഹനത്തിൻ്റെ പചനസിദ്ധിയും തേജോവൃത്തിയും എൻ്റേതാണ്. ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ പുഷ്ണാമി ചൗഷധീഃ സർവാഃ സോമോ ഭൂത്വാ രസാത്മകഃ. ഞാൻ ഭൂമിയെ ആവേശിച്ചിട്ട് എൻ്റെ ഓജസ് കൊണ്ട് ജീവജാലങ്ങളെ നിലനിർത്തുന്നു. രസസ്വരൂപനായ ചന്ദ്രനായി ഭവിച്ചിട്ട് സർവ സസ്യവർഗങ്ങളെയും പോഷിപ്പിച്ച് വളർത്തുകയും ചെയ്യുന്നു. ഞാൻ പൃഥ്വി തത്വത്തിൽ അടങ്ങിയിരിക്കുന്നു. തന്മൂലം സമുദ്രത്തിലെ മഹാജലത്തിൽ പൃഥ്വി പിണ്ഡം അലിഞ്ഞു പോകുന്നില്ല. അസംഖ്യം സ്ഥാവര ജംഗമ ഭൂതങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ പൃഥ്വിയുടെ പ്രധാനപ്പെട്ട എല്ലാ പൃഥ്വി ഗുണധർമ്മവും എൻ്റേതാണ്. ആകാശത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന അമ്പിളിയാകുന്ന അമൃത സരോവരം ഞാനാകുന്നു. അമ്പിളിയിൽ നിന്നും പുറപ്പെടുന്ന കിരണധാരകളിലൂടെ ഞാൻ ഒഴുക്കുന്ന അമൃത് ഭൂമിയിലുള്ള സകല ഔഷധികളെയും പരിപോഷിപ്പിക്കുന്നു. ഇപ്രകാരം എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട ആഹാരവിളകൾ സമൃദ്ധമായി നൽകുകയും ജീവനെ നിലനിർത്തുകയും ചെയ്യുന്നു. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം. ഞാൻ പ്രാണികളുടെ ദേഹത്തിൽ പ്രവേശിച്ചിട്ട് ജഠരാഗ്നിയായി വർത്തിച്ച് പ്രാണാപാന വായുക്കളോട് ചേർന്ന് 4 വിധത്തിലുള്ള അന്നത്തെ ദഹിപ്പിക്കുന്നു. ആഹാരം നൽകിയാൽ മാത്രം പോരല്ലോ, അത് ദഹിപ്പിക്കുകയും വേണ്ടേ? ആകയാൽ അതിൻ്റെ ദഹനശക്തിയും ഞാൻ തന്നെ ആകുന്നു. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളും സംതൃപ്തി കൈവരിക്കുന്നു. ആഹാരപദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്നതിനായി പ്രാണിമാത്ര ശരീരങ്ങളിൽ കാണുന്ന ജഠരാഗ്നി ഞാനാണ്. ഉലത്തോൽ കൊണ്ടെന്ന പോലെ അഹോരാത്രം അനവരതം അകത്തേക്ക് വലിക്കുന്ന പ്രാണനും പുറത്തേക്ക് വിടുന്ന അപാനനും ഈ ജഠരാഗ്നിയെ ഉദ്ദീപിപ്പിക്കുകയും കഴിച്ച ആഹാരത്തെ അത് ദഹിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ശുഷ്കം, സ്നിഗ്ധം, സുപക്വം, വിദഗ്ധം എന്നിങ്ങനെ 4 ഇനത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. ഇപ്രകാരം എല്ലാ പ്രാണികളുടെയും ജീവൻ നിലനിർത്തുന്ന എല്ലാ ആഹാരവും ആഹാരദാഹകനായ ജഠരാഗ്നിയും ഞാൻ തന്നെയാണ്. ഇതിൽ കൂടുതൽ സർവവ്യാപ്തമായ എൻ്റെ അപൂർവാവസ്ഥയെപ്പറ്റി ഞാൻ എങ്ങനെയാണ് വിസ്തരിക്കേണ്ടത്? ഈ വിശ്വത്തിൽ ഞാൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നു. ഞാനില്ലാതെ യാതൊന്നും തന്നെ ഈ ലോകത്തിലില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ചിലർ സദാ സുഖികളും മറ്റു ചിലർ സദാ ദുഃഖികളും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നീ ചോദിച്ചേക്കാം. നഗരത്തിന് പൊതുവിൽ വെളിച്ചം നൽകുന്ന വിളക്കുകൾക്ക് പ്രകാശം ലഭിക്കുന്നത് ഒരേ ഉറവിടത്തിൽ നിന്ന് തന്നെയാണെങ്കിലും ചില ദിക്കിൽ വെളിച്ചവും ചില ദിക്കിൽ ഇരുട്ടും കാണുന്നില്ലേ എന്ന് നിനക്ക് സംശയമുണ്ടാകാം. തർക്കവിതർക്കങ്ങളില്ലാതെ നീ ശ്രദ്ധിച്ച് കേൾക്കുമെങ്കിൽ ഞാൻ നിന്റെ സംശയങ്ങളെ ദൂരീകരിക്കാം. ഞാൻ എല്ലാറ്റിലും സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് നിസ്സംശയമായ വസ്തുതയാണെങ്കിലും എൻ്റെ വ്യക്തത ഒരുവൻ മനസ്സിലാക്കുന്നത് അവൻ്റെ അന്ധഃകരണത്തിൻ്റെ ശുദ്ധാശുദ്ധസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ്. ആകാശത്തിൻ്റെ സ്വഭാവ വിശേഷമാണ് ശബ്ദം. അത് ഒന്നുമാത്രമാണെങ്കിലും വിവിധ തരത്തിലുള്ള വിശേഷവാദ്യങ്ങൾ, വ്യത്യസ്ത നാദങ്ങൾ പുറപ്പെടുവിക്കുന്നില്ലേ? ഒരേ സൂര്യപ്രകാശത്തിൽ വിവിധ രീതിയിലുള്ള ആളുകൾ വ്യത്യസ്ത വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നില്ലേ? എല്ലാ വിത്തുകളും ഉപയോഗിക്കുന്ന വെള്ളം ഒന്നു തന്നെയാണെങ്കിലും
ഓരോ വിത്തും അതിൻ്റെ ബീജധർമാനുസാരിയായി വ്യത്യസ്തമായ ചെടികളും വൃക്ഷങ്ങളുമായിട്ടല്ലേ വളരുന്നത്? അതുപോലെ എൻ്റെ ഏകസ്വരൂപം വ്യത്യസ്ത ജീവജാലങ്ങളായി പരിണമിക്കുന്നു. ഒരു നീലമണി കണ്ഠാഭരണം കാണുന്ന അജ്ഞാനിയായ ഒരുവൻ അത് സർപ്പമാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. എന്നാൽ വാസ്തവം അറിയുന്നവന് അതേ രത്നാഭരണം സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. സ്വാതിനാളിൽ കക്കയ്ക്കുള്ളിൽ വീഴുന്ന മഴജലം മുത്തായി മാറുന്നു. അതേ ജലം സർപ്പത്തിൻ്റെ വായിൽ വീഴുമ്പോൾ വിഷമായി തീരുന്നു. അതുപോലെ ജ്ഞാനിയായ ഒരുവന് ഞാൻ സുഖരൂപനും അജ്ഞാനിയായ ഒരുവന് ഞാൻ ദുഃഖരൂപിയുമാണ്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടഃ മത്തഃ സ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവമിവേദ്യഃ വേദാന്തകൃദ്വേദവിദേവ ചാഹം. പരമാത്മാവായ ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നാണ് സ്മൃതിയും വിസ്മൃതിയും ജ്ഞാനവും ലഭിക്കുന്നത്. എല്ലാ വേദങ്ങളിൽ കൂടിയും അറിയപ്പെടേണ്ട വസ്തു ഞാൻ തന്നെയാണ്. വേദാന്ത കർത്താവും വേദജ്ഞനും ഞാൻ തന്നെ. ഞാൻ ഒരു കേമനാണെന്ന് ഓരോരുത്തരുടെയും ഹൃദയതലത്തിൽ അഹോരാത്രം തോന്നുന്ന ബുദ്ധിസ്ഫുരണം യഥാർത്ഥത്തിൽ ഞാനാകുന്നു. എന്നാൽ മഹാത്മാക്കളുമായുള്ള സംയോഗം, യോഗാഭ്യാസം, ജ്ഞാനപഠനം, ഗുരുചരണ സേവനം എന്നിവ കൊണ്ട് വൈരാഗ്യം ഉദിക്കുമ്പോൾ അവൻ്റെ അജ്ഞാനം അപ്രത്യക്ഷമാവുകയും അഹന്ത ആത്മരൂപത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. അവൻ്റെ ആത്മാവാണ് ഞാനെന്ന് അവൻ മനസ്സിലാക്കുമ്പോൾ അവൻ നിത്യസുഖിയായി വാഴുന്നു. ഈ ആത്മസാക്ഷാത്കാരം മറ്റേതെങ്കിലും വിധത്തിൽ കൈവരിക്കാൻ അവന് കഴിയുമോ? അല്ലയോ ധനഞ്ജയ, സൂര്യനെ സൂര്യപ്രകാശത്തിൽ കൂടി മാത്രം കാണാൻ കഴിയുന്നതുപോലെ എന്നെ മനസ്സിലാക്കാനുള്ള ഹേതു ഞാൻ മാത്രമാണ്. നേരെ മറിച്ച് വിഷയസുഖങ്ങളിൽ മുഴുകിയിരിക്കുന്നവരുമായുള്ള സംയോഗത്താൽ സംസാര ജീവിതത്തെപ്പറ്റിയുള്ള സ്തുതിവചനങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയും സ്വന്തം ശരീരത്തെ താലോലിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ അഹന്ത ശരീരവുമായി കൂടുതൽ ബന്ധിതമായി തീരുന്നു. സ്വർഗസുഖമോ സംസാരസുഖമോ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കർമ്മമാർഗത്തിൽ കൂടി ചരിക്കുന്ന അവർ ദുഃഖത്തിൻ്റെ പങ്കാളികളായി തീരുന്നു. ഉറക്കത്തിനും ഉണർവിനും ചൈതന്യം തന്നെ കാരണമാകുന്നത് പോലെ ജ്ഞാനത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും ഹേതു ഞാനാണ്. കാർമേഘം പകൽ വെളിച്ചം മങ്ങുന്നതിന് ഇടയാക്കുന്നു. എന്നാൽ ആ കാർമേഘത്തെ തന്നെ നാം കാണുന്നത് മങ്ങിയ പകൽ വെളിച്ചം കൊണ്ടാണ്. അതുപോലെ എന്നെ വിസ്മരിച്ചിട്ട് വിഷയസുഖങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നവരുടെ അജ്ഞാനത്തിനും ഹേതുഭൂതൻ ഞാൻ തന്നെയാണ്. അജ്ഞാനികൾക്ക് കയറിനെ പറ്റിയുള്ള ഭ്രാന്തമായ അറിവ് അതിനെ സർപ്പമാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയാക്കുന്നു. എന്നാൽ അതേപ്പറ്റിയുള്ള ശരിയായ അറിവ് കൊണ്ട് ജ്ഞാനികൾ അത് കയറാണെന്ന് തന്നെ അറിയുന്നു. അതുപോലെ ലോകവ്യവഹാരങ്ങളുടെ അടിസ്ഥാനപരമായ എല്ലാ ജ്ഞാനത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും മൂലകാരണം ഞാൻ തന്നെയാണ്. അല്ലയോ ധനഞ്ജയ, എൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയാതെ വേദങ്ങൾ എന്നെ അറിയാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായി വിവിധ സിദ്ധാന്തങ്ങൾ രൂപം കൊണ്ടു. എങ്കിലും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒഴുകുന്ന നദികൾ അവസാനം സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ എല്ലാ സിദ്ധാന്തങ്ങളും എന്നെപ്പറ്റിയുള്ള അറിവ് പ്രദാനം ചെയ്യുന്നു. മാരുതൻ ഉയരത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന പരിമളം ആകാശത്തിൽ വിലയിക്കുന്നത് പോലെ ഞാൻ തന്നെയാണ് പരബ്രഹ്മം എന്നറിയുന്നതോടുകൂടി ശ്രുതികളുടെ മഹാസിദ്ധാന്തങ്ങൾക്ക് ഒന്നും പറയാനാവാത്ത നില കൈവരുന്നു. ഇപ്രകാരം വേദങ്ങൾ സങ്കോചം കൊണ്ട് മൗനം പാലിക്കുമ്പോൾ ഞാൻ തന്നെ പരബ്രഹ്മത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നതിന് ഗുരുരൂപത്തിൽ വന്ന് അവയെ സഹായിക്കുന്നു. പ്രപഞ്ചം വേദങ്ങളോടൊത്ത് ലയിച്ചു ചേരുന്ന അന്തിമമായ അധ്യാത്മജ്ഞാനത്തിൻ്റെ അറിവാളൻ ഞാനാണ്. ഉറക്കമുണർന്ന ഒരുവൻ സ്വപ്നത്തിൽ കണ്ടതൊന്നും തൻ്റേതല്ലെന്ന് അറിയുന്നതോടെ അതേപ്പറ്റിയുള്ള അവൻ്റെ ദ്വൈതോഭാവം അവസാനിക്കുന്നു. അതുപോലെ ലൗകികമായ ഉപാധികളിൽ നിന്ന് സ്വതന്ത്രമായി നിൽക്കുന്ന എൻ്റെ അദ്വൈതാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. അത് സാക്ഷാത്കരിക്കുന്നതിനുള്ള ഹേതുവും ഞാൻ തന്നെയാണ്. അല്ലയോ അർജുന, കർപ്പൂരം എരിഞ്ഞു കഴിയുമ്പോൾ കരിയോ അഗ്നിയോ ശേഷിക്കുന്നില്ല. അതുപോലെ അവിദ്യയെ നശിപ്പിച്ചു കഴിയുമ്പോൾ ജ്ഞാനം തന്നെ ഇല്ലാതായി തീരുന്നു. അപ്പോൾ അത് നിലനിന്നിരുന്നുവെന്നോ ഇല്ലായിരുന്നുവെന്നോ പറയാൻ ആർക്കും സാധ്യമല്ല. കാൽപ്പാടുകളൊന്നും കാണിക്കാതെ വിശ്വത്തെ തന്നെ ഒരുവൻ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ
എങ്ങനെയാണ് അവനെ പിന്തുടരുക? പ്രപഞ്ചത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒന്നിനെ ഈ പ്രപഞ്ചത്തിൽ തിരഞ്ഞു കണ്ടെത്താൻ കഴിയുകയില്ല. ആത്മസ്വരൂപസ്ഥിതിയിൽ അത് അറിയുന്നവൻ തന്നെ ഇല്ലാതാകുന്നു. ശുദ്ധാവസ്ഥ മാത്രം ശേഷിക്കുന്നു. അത് സച്ചിദാനന്ദമാകുന്നു, ഞാൻ ആകുന്നു. ഇപ്രകാരം മോക്ഷദായകനായ ഭഗവാൻ തൻ്റെ ചരാചര വ്യാപ്തിയെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ ആ വ്യാഖ്യാനം തൻ്റെ നിരുപാധിക രൂപത്തെപ്പറ്റിയുള്ള വ്യാഖ്യാനമായി പരിണമിച്ചു. അത് ക്ഷീരസാഗരത്തിലെ ചന്ദ്രോദയം പോലെ അർജുനൻ്റെ ഹൃദയസാഗരത്തിൽ ബോധോദയം ഉളവാക്കി. ഒരു ചുവരിലുള്ള ചിത്രം അതിൻ്റെ എതിർവശത്തുള്ള തേച്ചുമിനുക്കിയ ചുവരിൽ പ്രതിബിംബിക്കുന്നത് പോലെ കൃഷ്ണൻ്റെ പ്രബോധനം അർജുനൻ്റെ മനസ്സിൽ പ്രതിഫലിച്ചു. ആത്മജ്ഞാനത്തിൻ്റെ സ്വാദ് അറിയുന്നവൻ അതിൽ കൂടുതൽ ആസക്തനാകുന്നു എന്നുള്ളത് ആത്മജ്ഞാനത്തിൻ്റെ അത്ഭുതകരമായ ശക്തിവിശേഷണമാണ്. ആത്മാനുഭവത്തിൻ്റെ പാർത്ഥിവനായ പാർത്ഥൻ കൃഷ്ണനോട് പറഞ്ഞു, മഹാപ്രഭു, അങ്ങയുടെ വ്യാപ്ത സ്വഭാവത്തെപ്പറ്റി വിശദീകരിച്ചപ്പോൾ അങ്ങയുടെ നിരുപാധിക സ്വരൂപത്തെക്കുറിച്ച് അങ്ങ് പറയുകയുണ്ടായി. അത് ഒരാവർത്തി കൂടി വിശദമായി പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ദ്വാരകാനാഥൻ അരുൾ ചെയ്തു, അല്ലയോ അർജുന, നീ ഉചിതമായ ചോദ്യം തന്നെ ചോദിച്ചിരിക്കുന്നു. ഈ വിഷയത്തെപ്പറ്റി തുടർച്ചയായി സംസാരിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ അപൂർവമായിട്ട് മാത്രമേ ഇതേപ്പറ്റി ചോദിക്കുന്നവരെ കാണാൻ കഴിയൂ. ഇപ്പോൾ നിന്റെ ചോദ്യം എൻ്റെ മനോരഥത്തിന് സാഫല്യം നൽകിയിരിക്കുന്നു. അദ്വൈതത്തിൻ്റെ സുഖഭോഗം അനുഭവിക്കുന്നതിനുള്ള സന്ദർഭം നീ എനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു. ശുദ്ധ അന്ധക്കരണത്തോടെയാണ് നീ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അല്ലയോ ശിരോമണി, എന്നെ തന്നെ മുഖക്കണ്ണാടിയിൽ പ്രതിഫലിച്ച് കാണിക്കുന്നത് പോലെ നിന്നിൽ ഞാനൊരു ശുദ്ധ സംവാദകനെ കണ്ടെത്തിയിരിക്കുന്നു. അല്ലയോ പ്രിയപ്പെട്ടവനെ, നാം തമ്മിൽ ഔപചാരികത്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ ഏത് ചോദ്യത്തിനും നിന്നെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഞാൻ ഉത്തരം പറയാം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ആലിംഗനം ചെയ്തു. അവൻ്റെ മേൽ കരുണാകടാക്ഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് അദ്ദേഹം അരുളി ചെയ്തു, 2 ചുണ്ടുകളുണ്ടെങ്കിലും അതിൽ നിന്നുതിരുന്ന സംസാരം ഒന്നാണ്. ചരണങ്ങൾ ദ്വയമാണെങ്കിലും അതുകൊണ്ടുള്ള നടത്തം ഏകമാണ്. നാം തമ്മിലുള്ള ചോദ്യോത്തരം അതേമാതിരിയാണ്. നമ്മുടെ ഇരുവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെ ആയതുകൊണ്ട് ചോദ്യം ചോദിച്ച നീയും ഉത്തരം പറയുന്ന ഞാനും ഒന്ന് തന്നെയാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അർജുനനോടുള്ള പ്രേമാധിക്യം കൊണ്ട് ഭഗവാൻ വികാരവിവശനായി. അർജുനനെ ആശ്ലേഷിച്ചുകൊണ്ട് അദ്ദേഹം നിശ്ചലനായി നിന്നു. നിമിഷങ്ങൾക്ക് ശേഷം ഉദ്വേഗത്തോടെ അദ്ദേഹം സ്വയം പറഞ്ഞു, അർജുനനോട് ഇപ്രകാരം വാത്സല്യം കാണിക്കുന്നത് യുക്തമല്ല. കരിമ്പിൻ നീരിൽ നിന്ന് ശർക്കര ഉണ്ടാക്കുമ്പോൾ അത് ശുദ്ധി ചെയ്യുന്നതിനായി അല്പം ഉപ്പ് ചേർക്കുന്നത് പോലെ ഞാനും അർജുനനും തമ്മിലുള്ള ഭിന്നഭാവം നിലനിർത്തിയില്ലെങ്കിൽ സംവാദത്തിൻ്റെ സുഖം ഞങ്ങൾക്ക് ഇരുവർക്കും നഷ്ടപ്പെടും. ഇപ്പോഴത്തെ നിലയ്ക്ക് ഞങ്ങൾ നരനാരായണന്മാരായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അന്തരമൊന്നുമില്ല. അതുകൊണ്ട് അർജുനനോടുള്ള എൻ്റെ വാത്സല്യ പ്രവാഹത്തിൻ്റെ വേഗത കുറക്കണം. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് കൃഷ്ണൻ ചോദിച്ചു, അർജുന, നീ എന്താണ് ചോദിച്ചത്? ഭഗവാന്റെ സ്നേഹപ്രകടനത്തിൻ്റെ ആധിക്യം കൊണ്ട് ഭഗവാനിൽ ലയിച്ചു ചേരുവാൻ ഭാവിച്ച അർജുനൻ്റെ മനോദേവത ഭഗവാന്റെ ചോദ്യത്തിൽ ആകൃഷ്ടയായി അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കാൻ ആകാംക്ഷയോടെ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. വികാരവിവശനായി ഗദ്ഗദസ്വരത്തിൽ അർജുനൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ നിരുപാധിക സ്വരൂപത്തെപ്പറ്റി എന്നോട് പറഞ്ഞാലും. 2 വിധത്തിലുള്ള ഉപാധികളെ വിവരിച്ചുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ മറുപടി ആരംഭിച്ചത്. നിരുപാധിക സ്വരൂപത്തെക്കുറിച്ച് വിവരിക്കണമെന്ന് ആവശ്യപ്പെട്ട അർജുനനോട് ഉപാധികളെപ്പറ്റി പ്രതിപാദിച്ചത് എന്തിനെന്ന് നമുക്ക് അത്ഭുതം തോന്നാം. എന്നാൽ അത് ഇപ്രകാരമാണ്. തൈരിൽ നിന്ന് വെണ്ണ എടുക്കണമെങ്കിൽ മോര് തരംതിരിച്ചു മാറ്റണം. സ്വർണത്തിൻ്റെ മിശ്രിതം ഉരുക്കാതെ ശുദ്ധമായ സ്വർണം ലഭിക്കുകയില്ല. മുകൾ പരപ്പിൽ കാണുന്ന പായൽ നീക്കാതെ അതിനടിയിലുള്ള ജലത്തിലെത്താൻ കഴിയുമോ? ആകാശത്തിലുള്ള കാർമേഘങ്ങൾ അകന്നു പോകാതെ തെളിഞ്ഞ ആകാശം ദൃശ്യമല്ല. ഉമി കൊഴിച്ചു കളഞ്ഞാൽ പിന്നെ ലഭിക്കുന്നത് അരിയല്ലേ? അതുപോലെ ഉപാധികൾ എന്താണ് എന്നറിഞ്ഞ് അവയെ ഒഴിവാക്കിയാൽ പിന്നെ ശേഷിക്കുന്നത് നിരുപാധിക സ്വരൂപമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
ഭർത്താവിൻ്റെ നാമം ഉച്ചരിക്കാത്ത ഒരു കുലവധുവിനോട് അവളുടെ ഭർത്താവിൻ്റെ പേര് അതാണോ ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെന്നായിരിക്കും അവളുടെ മറുപടി. എന്നാൽ ഭർത്താവിൻ്റെ യഥാർത്ഥ നാമം ഉച്ചരിക്കുമ്പോൾ അവൾ വ്രീഢാനമ്രമുഖിയായി മൗനം പാലിക്കുന്നു. അതുപോലെ പരബ്രഹ്മത്തിൻ്റെ നിരുപാധിക സ്വരൂപത്തെ വർണ്ണിക്കാൻ കഴിയാത്തതിനാൽ ഭാഷ മൂകമായി തീരുന്നു. ഈ വസ്തുത പ്രത്യക്ഷമാക്കാൻ വേണ്ടി ലക്ഷ്മീപതിയായ ഭഗവാൻ ശുദ്ധസ്വരൂപത്തിൻ്റെ ഉപഹിത ചൈതന്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തൻ്റെ വിശദീകരണം ആരംഭിച്ചത്. അമാവാസിക്ക് ശേഷമുള്ള ആദ്യ ദിവസത്തെ അമ്പിളിക്കലയെ വൃക്ഷശാഖയുടെ മറയ്ക്കിടയിലൂടെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് പോലെ ഉപാധികളെ പറ്റിയുള്ള വിശദീകരണം നിരുപാധിക സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നതിന് ഉപകരിക്കുന്നു.